നിങ്ങളുടെ ഉമ്മ ടീച്ചർ. അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ +2 മലയാളം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ആദ്യത്തെ പാഠം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കവിത, ഫസ്റ്റ് ചാപ്റ്റർ. ആ കവിതയുടെ ആശയം ഞാൻ കവിത വായിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ആ ആശയങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം ഞാനിവിടെ പറഞ്ഞുതരാം. വായിക്കുകയും പറയുകയും ചെയ്യാം. ശ്രദ്ധിക്കുക. വ്യാസവിരചിതമായ മഹാഭാരതത്തിൽ സംഭവ പർവ്വത്തിലാണ് ശാകുന്തളോപാഖ്യാനം ഉള്ളത്. അപ്പോൾ വ്യാസവിരചിതമായ വ്യാസൻ, മഹാഭാരതത്തിൻ്റെ കർത്താവ് വ്യാസൻ. വ്യാസന്റെ യഥാർത്ഥ നാമധേയം കൃഷ്ണദ്വൈപായനൻ എന്നാണ്. കൃഷ്ണദ്വൈപായനൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദ്വീപിൽ ജനിച്ച കറുത്തവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ വ്യാസനാൽ വിരചിതമായ മഹാഭാരതത്തിൽ സംഭവ പർവ്വത്തിലാണ് ശാകുന്തളോപാഖ്യാനം ഉള്ളത്. സർപ്പസത്രവേദിയിലെത്തിയ വൈശമ്പായന മുനി ജനമേജയ രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം കുരുവംശത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്താണ് ശാകുന്തളം കഥ പ്രതിപാദിക്കുന്നത്. ശാകുന്തളോപാഖ്യാനത്തിൽ വ്യാസഭാരതത്തെ പിന്തുടരുകയാണ് മഹാകവി എഴുത്തച്ഛൻ. ശകുന്തളയോടുള്ള ദുഷ്യന്തൻ്റെ ശകാരവാക്കുകളോടെയാണ് നമ്മുടെ ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ ദാർഷ്ട്യമെത്രയും പാരമുണ്ട് നാരികൾക്ക് ആ വരികളുടെ ആശയമാണ്. വരികളുടെ ആശയങ്ങൾ മാത്രം നമ്മൾ ഗദ്യരൂപത്തിൽ പറയുകയാണ് കേട്ടോ, ഒന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാത്ത വലുപ്പം ഭാവിക്കുന്ന സ്വഭാവം സ്ത്രീകൾക്ക് അധികമുണ്ടെന്ന് കേട്ടിട്ടേയുള്ളൂ, ഇതുപോലെ മുമ്പ് കണ്ടിട്ടില്ല. വഴി പിടച്ചവളായ നീ എൻ്റെ മുന്നിലെത്തി കുലസ്ത്രീ എന്ന് ഭാവിച്ച്, എന്നുവെച്ചാൽ കുലീന എന്ന് ഭാവിച്ച് വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതിയാക്കുക. സ്വർണവും രത്നവും മുത്തും കൊണ്ടുള്ള, സ്വർണം, രത്നം, മുത്ത് ഇവ കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും നിനക്ക് ഞാൻ വേണ്ടുവോളം സ്നേഹത്തോടെ നൽകാം. അവ വാങ്ങി സമയം കളയാതെ ഇവിടെ നിന്ന് നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോയിക്കൊള്ളുക. കുയിൽപേടയെപ്പോലെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് നീ. പെട്ടെന്ന് പോയിക്കൊള്ളുക. നിന്നെ കണ്ടു നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നമ്മൾ ആ വരി കണ്ടതാണ്. കോകില നാരി പോലെ നീ പരവൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുക ഇച്ഛയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കോകില നാരി പോലെ നീ പരവൃതയല്ലോ, അത് ആ വരികളാണ് ഇവിടെ. കുയിൽപേടയെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് നീ. പെട്ടെന്ന് പോയിക്കൊള്ളുക. നിന്നെ കണ്ടു നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഇങ്ങനെയുള്ള ദുഷ്യന്തന വാക്കുകൾ കേട്ട ശകുന്തള തിരിച്ച് മറുപടി പറയുന്നതാണ് നമ്മൾ അടുത്ത വരികൾ. ശ്രദ്ധിക്കുക. ഈ വാക്കുകൾ കേട്ട് ലജ്ജിതയായ ശകുന്തള ഇങ്ങനെ പറയുന്നു: അന്യരുടെ കടുകുമണി പോലത്തെ ദോഷങ്ങൾ ഉടൻ നീ കണ്ടെത്തുന്നു. വലുതായാലും സ്വന്തം ദോഷങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇത് പണ്ഡിതന്മാർക്ക് പോലും ഉള്ള സ്വഭാവമാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ, വരികൾ ഇന്നലെ പറഞ്ഞ് വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ. നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം. ഭൂമിയിലല്ലാതെ നിനക്ക് സഞ്ചരിക്കാനാവുമോ? ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ എനിക്കാവും. അലയോ രാജാവേ, നമ്മൾ തമ്മിൽ വളരെ വ്യത്യസ്തരാണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. മേരുപർവ്വതവും കടുകും തമ്മിലുള്ള അന്തരം നമ്മൾ തമ്മിലുണ്ട്. ചിന്തിച്ചിടത്തോളം താങ്കൾ ഒട്ടും അറിവുള്ളവനല്ലെന്ന് തോന്നുന്നു. സാരജ്ഞനല്ലൊട്ടും ധാത്രീശാ ഭവാൻ എന്ന് വരി. സ്വന്തം മുഖം കണ്ണാടിൽ കാണുന്നതുവരെ അത് ഭംഗിയുള്ളതാണെന്ന് വിരൂപന്മാർ കരുതുന്നു. അതാണ് നമ്മളെ വരികൾ. കണ്ണാടി കാണുമ്പോഴവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ആ വരികളുടെ ആശയം. അത്തരക്കാർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കും, സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിയുകയും ഇല്ല. കുറവുകളില്ലാത്തവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി നിന്ദിക്കുകയില്ല. നിത്യവും തെളിഞ്ഞ ജലത്തിൽ കുളിച്ചാലും ആനയ്ക്ക് മണ്ണിൽ കുളിക്കുമ്പോഴേ, അല്ലെങ്കിൽ മതയാനയ്ക്ക് മണ്ണിൽ കുളിക്കുമ്പോഴേ സന്തോഷമാവുകയുള്ളൂ. അതാണ് നമ്മൾ ആ വരി. മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലയോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. ആ വരികളുടെ ആശയം. ഇതുപോലെയാണ് ദുർജനങ്ങളും. നല്ല ആളുകളെ നിന്ദിക്കുമ്പോഴേ ദുർജനങ്ങൾക്ക് സന്തോഷം തോന്നുകയുള്ളൂ. എന്താണ്? സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജനത്തിന് എന്തില്ല? നിന്ദയില്ല ദുർജനത്തെയും. ആ വരികളുടെ ആശയമാണ്. നല്ല ആളുകളെ നിന്ദിക്കുമ്പോഴേ ദുർജനങ്ങൾക്ക് സന്തോഷം തോന്നുകയുള്ളൂ. സജ്ജനങ്ങൾ ഇത്തരക്കാരല്ല.
അടുത്തതോ നോക്കാം. സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ക്രൂധനായ സർപ്പത്തേക്കാൾ പേടിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രൂധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം എന്നുള്ള അവരി. അപ്പോൾ അറിവില്ലാത്തവനായ അവനോട് പണ്ഡിതന്മാർ ശുഭാശുഭ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് അശുഭം മാത്രമേ അവൻ ഗ്രഹിക്കുകയുള്ളൂ. മനസ്സിൽ നന്മയുള്ളവർ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കും, പെട്ടെന്ന് മനസ്സിലാക്കും. പാലും വെള്ളവും കലർത്തി നൽകിയാൽ അതിൽ നിന്ന് അരയന്നം പാല് മാത്രം കുടിക്കുന്നത് പോലെയാണത് എന്ന് വെച്ചാൽ എന്താണ്, പാലും വെള്ളവും കൂടി ചേർത്ത് വെച്ചാൽ അരയന്നം എന്ത് ചെയ്യും? പാല് മാത്രം, അതിലെ പാലെന്ന അംശം മാത്രം ഭക്ഷിക്കുകയും വെള്ളം ഒഴിവാക്കുകയും ചെയ്യുന്നതൊക്കെയാണ് പറയണത്. അതാണ് പെട്ടെന്ന് അതുപോലെയാണ് എന്ത്, സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നല്ല കാര്യങ്ങൾ പണ്ഡിതനും പറഞ്ഞു കൊടുത്താൽ സജ്ജനങ്ങൾ ആ നല്ല കാര്യങ്ങൾ ഗ്രഹിക്കും, പക്ഷെ ദുർജനങ്ങൾ അതിൽ ചീത്ത കാര്യങ്ങളാണ് ഉൾക്കൊള്ളുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പെട്ടെന്ന് ആകാശത്തു നിന്ന് അശരീരി വാക്കുകൾ കേട്ടു. ദേവസ്ത്രീ സമയായ ശകുന്തളയെയും സ്വന്തം പുത്രനെയും നീ സ്വീകരിക്കുക. രാജ്യഭരണം വൈകാതെ മകനെ ഏൽപ്പിക്കുക. അങ്ങനെ അവൻ ഭരതനെന്ന പേരിൽ പ്രസിദ്ധനായി തീരും. ദേവന്മാരുടെ വാക്കുകൾ കേട്ടതിനാൽ ദുഷ്യന്തൻ ശകുന്തളയെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇങ്ങനെയാണ് ഈ കവിതയുടെ ആശയം. ഇപ്പോൾ കവിത ഏകദേശം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കവിതയിലെ പ്രയാസപ്പെട്ട ചില വാക്കുകളും അർത്ഥങ്ങളും പറഞ്ഞുതരാം. അതിൽ ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ വലിയവനായി ഭാവിക്കുക, വലുപ്പം ഭാവിക്കുക എന്ന് വെച്ചാൽ തനിക്ക് ഉള്ളതിലധികം കാര്യങ്ങളുണ്ടെന്ന് ഭാവിക്കുന്നതിനെയാണ് ധാർഷ്ട്യം എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പാരം എന്ന് പറഞ്ഞാൽ വളരെ, കൂടുതൽ, അധികം എന്നുള്ള അർത്ഥമാണ്. കുലട എന്ന് വെച്ചാൽ വഴി പിഴച്ചവൾ. അലം കഴിഞ്ഞ ക്ലാസ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കവിത എടുക്കുമ്പോൾ. മതി അലം. അഖിലം അലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അലം എന്ന് പറഞ്ഞാൽ മതി. സുവർണം എന്ന് പറഞ്ഞാൽ സ്വർണം. അവന് സുവർണ മണി മുക്താഭരണ ഉള്ള ആ വരികളുടെ സുവർണം സ്വർണ്ണമാണ്, മണി എന്ന് പറഞ്ഞാൽ രത്നമാണ്. മുക്താഭരണം എന്ന് ഉദ്ദേശിക്കുന്നത് മുത്തുകൊണ്ടുള്ള ആഭരണം. കോകിലനാരി പെൺകുയി. അതുപോലെ പരഭൃത എന്ന് പറഞ്ഞാൽ അന്യനാൽ പരഭൃത, അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്ന് വെച്ചാൽ കുയിലിൻ്റെ പര്യായ പദമായിട്ടാണ് ഈ പരഭൃത എന്ന വാക്ക് ഉപയോഗിക്കുക. കഥ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുയിലിനോട് ഉപമിക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ ഉള്ളത്. മന്ദാക്ഷഭാവം, ലജ്ജാഭാവം. മന്ദാക്ഷഭാവത്തോട് പിന്നെയും ഒരു ചെയ്ത ആൾ ശകുന്തള ദുഷ്യന്തനോടുള്ള മറുപടി തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇപ്പം ലജ്ജാഭാരത്തോടെ, മന്ദാക്ഷഭാവം ലജ്ജാ എന്ന് വെച്ചാൽ തന്നെ അധിക്ഷേപിക്കുന്നത് കേട്ട് ലജ്ജിതയായ ശകുന്തള എന്ത് ചെയ്യാണ്, ആ അധിക്ഷേപ വാക്കുകൾക്ക് തക്ക മറുപടി കൊടുക്കുന്നതാണല്ലോ പാഠസന്ദർഭത്തിൽ നമ്മൾ കണ്ടത്. മന്നിടം എന്ന് പറഞ്ഞാൽ ഭൂമി, അതുപോലെ മേദിനി എന്ന് പറഞ്ഞാലും ഭൂമി. മഞ്ഞിടം, മേദിനി എന്നൊക്കെ പറഞ്ഞാൽ വാക്കുകളുടെ അർത്ഥം ഭൂമി. ഭൂപതി തിലകം എന്ന് പറഞ്ഞാൽ ഭൂപതി രാജാവ്. ഭൂപതി തിലകം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് തിലകക്കുറിയായവൻ എന്ന് വെച്ചാൽ രാജാക്കന്മാരിലും മഹാനായ രാജാവ് എന്നൊക്കെയുള്ള അർത്ഥം. അതുപോലെ മത്തേപം എന്ന് പറഞ്ഞാൽ മതയാന. പാംസു സ്നാനം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പാംസു എന്ന് പറഞ്ഞാൽ പൊടി, സ്നാനം കുളി. പാംസു സ്നാനം എന്ന് പറഞ്ഞാൽ പൊടി വാരി കുളിക്കുക, അല്ലെങ്കിൽ പൂഴി വാരി കുളിക്കുക, പൂശുക. മൂർഖൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ. നമ്മൾ മൂർഖൻ എന്ന് പറയുമ്പോൾ ഒരു തരം പാമ്പിൻ്റെ പേരും മൂർഖൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് മൂർഖൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ. പിന്നെ ഈ വെള്ളത്തെ വെടിഞ്ഞു പാൽ അന്നം എന്നതുപോലെ എന്നുള്ളതിൻ്റെ ആശയം എന്താണ്, പാലും വെള്ളവും കൂടി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരയന്നം, അന്നം എന്ന് പറഞ്ഞാൽ അരയന്നം അതിൽ പാൽ മാത്രം കുടിക്കും എന്നുള്ള ആ ഒരു സങ്കല്പമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ കൗശികനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ, കൗശിക പുത്രിയോട് എന്നൊക്കെ പറഞ്ഞാൽ കൗശികൻ വിശ്വാമിത്ര മഹർഷിയാണ്. എന്ന് വെച്ചാൽ ശകുന്തളയുടെ യഥാർത്ഥ പിതാവിൻ്റെ പേരാണ് ആര്, വിശ്വാമിത്രൻ അഥവാ കൗശികൻ. കണ്ണ് മഹർഷി ശകുന്തളയുടെ വളർത്തച്ഛനാണ്. ശകുന്തളം കഥയൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ളത് പറയാനുള്ളത്. പിന്നെ ഇതിൽ ചില ദയാബായിയെ കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ദയാബായി ആരാണത്? ജീവിതം മുഴുവൻ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നീക്കിവെച്ച് കന്യാഭവനത്തിൽ നിന്ന് കീഴാളരുടെയും ചേരി നിവാസികളുടെയും ഇടയിലേക്ക് ഇറങ്ങിയ സാമൂഹ്യ പ്രവർത്തക. വെച്ചാൽ ദയാബായിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. അടുത്ത
സമയങ്ങളിൽ പത്രവാർത്തകളിലൊക്കെ വന്നിരുന്നു അവരുടെ പേര്. 1941 ഫെബ്രുവരി 22 പാലായിലെ പൂവരണിയിൽ ജനിച്ചു. യഥാർത്ഥ പേര് മേഴ്സി മാത്യു. അത് ഓർക്കുക. ദയാബായിയുടെ യഥാർത്ഥ പേര് മേഴ്സി മാത്യു. കൊച്ചു കൊട്ടാരം പ്രൈമറി സ്കൂൾ, വിളക്കുമാടം സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് അവരുടെ വിദ്യാഭ്യാസം. 1958 ബീഹാറിലെ പഹാരിബാഗ് കോൺവെന്റിൽ കന്യാസ്ത്രീയാകാൻ ചേർന്നെങ്കിലും പരിശീലനം പൂർത്തിയാകുന്നതിന് ഒരു വർഷം മുമ്പേ 1965 കോൺവെന്റ് ഉപേക്ഷിച്ച് ബീഹാറിലെ പാലാമോ ഗോത്രവർഗ മേഖലയിലെ മഹോഡയിൽ പ്രവർത്തിച്ചു. BSc, MSW, LLB ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ദയാബായിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്, വായിച്ചതാണ്. അപ്പോൾ ദയാബായിയുടെ യഥാർത്ഥ പേര് ഓർക്കുക, മേഴ്സി മാത്യു. അവരുടെ ആത്മകഥയുടെ പേര് അതുപോലെ ചോദ്യമായിട്ട് വരുന്നതാണ്. പച്ച വിരൽ എന്നാണ് അവരുടെ ആത്മകഥയുടെ പേര്. അപ്പോൾ ഇതെല്ലാം ഓർക്കുക. ദയാബായിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇനി പറയാം. ഒറ്റവാക്കിയുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിൽ എഴുത്തച്ഛനെ കുറിച്ച് മലയാള ഭാഷയുടെ പിതാവാര് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം. അതുപോലെ പരഭൃത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതുപോലെ നമ്മുടെ ഈ കവിത ഏത് ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്, കണ്ണാടി കാണുമ്പോൾ എന്ന പാഠഭാഗം ഏത് പർവ്വത്തിൽ നിന്ന്, മഹാഭാരതത്തിൽ ഏത് പർവ്വത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, സംഭവ പർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉദ്ദേശിക്കുന്ന വരികൾ തന്നിട്ട് ആൻസർ എഴുതാൻ പറയുന്ന പ്രധാനപ്പെട്ട വരികളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വരികൾ ഇന്നലെ പറഞ്ഞത് തന്നെ, കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, കാവ്യ സന്ദർഭത്തിൽ ഈ വരിയുടെ അർത്ഥം എന്തെന്ന് വ്യാഖ്യാനിക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം എന്ന് ശകുന്തള പറയാനിടയായ സാഹചര്യം എന്തെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഇതിൻ്റെ ആശയങ്ങളൊക്കെ പറഞ്ഞത് ഓർത്തതൊക്കെ എഴുതാൻ എളുപ്പമായിരിക്കും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ്, കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. അപ്പോൾ ഈ വരികളിലെ ആശയം വ്യക്തമാക്കുക എന്ന രീതിയിൽ ചോദ്യം വരാം. അതല്ലെങ്കിൽ ഈ വരികളിലെ ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു സുഭാഷിതം രചിക്കുക. ഈ സുഭാഷിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നല്ല ഭാഷണമാണ് സുഭാഷിതം. അതുപോലെ മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലയോ സന്തോഷിപ്പൂ, അല്ലയോ എന്നില്ല, മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. ചോദ്യം അതാണ്. സന്ദർഭവും ആശയം വ്യക്തമാക്കുക. ഇങ്ങനെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ ഞാൻ പറഞ്ഞല്ലോ കവിത എടുക്കുമ്പോൾ, ആ വരികളും അതിനോട് ബന്ധപ്പെട്ട് ഒന്നുക ആശയം വ്യക്തമാക്കുക, അല്ലെങ്കിൽ സന്ദർഭവും ആശയം വ്യക്തമാക്കുക. ഈ സന്ദർഭവും ആശയം വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തുടക്കത്തിലുള്ള കാര്യം പറയണം. എന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലയോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. അപ്പോൾ സന്ദർഭവും ആശയവും വിശദമാക്കുക. അങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത് ആദ്യം ആ സന്ദർഭം എന്താണ്? ദുഷ്യന്തന്റെ ശകാരവാക്കുകൾ കേട്ട് ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ശകുന്തള എന്ത് ചെയ്യാണ്? അതിന് മറുപടി പറയുന്നതാണ് സന്ദർഭം. ആ മറുപടിയെ പറയുന്ന വാക്കുകളാണിത്. ഏത്? മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലയോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും എന്നുള്ളത്. സ്വന്തം കുറ്റങ്ങൾ കാണാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെക്കുറിച്ച് പറയുന്ന ദുഷ്ടനാണ് ദുഷ്യന്തൻ എന്നാണ് ശകുന്തളയുടെ അഭിപ്രായം. ദുഷ്ടനായ ദുഷ്യന്തനെ അപ്പോൾ എന്തിനോടാണ് ശകുന്തള ഉപമിക്കുന്നത്? മതയാനയോടാണ് ശകുന്തള ഉപമിക്കുന്നത്. അതാണ് മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലയോ സന്തോഷിപ്പൂ വന്നത്. ദുഷ്ടന്മാർ ഒരിക്കലും നല്ല പ്രവൃത്തികളിൽ എന്ത് ചെയ്യാറില്ല? സന്തോഷിക്കാറില്ല. മതയാന നിത്യവും തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും പൂർണ്ണ സന്തോഷം അതിനുണ്ടാവുന്നത് പൂഴി വാരി പൂശുമ്പോഴാണ്. വെച്ചാൽ പാംസു സ്നാനം നടത്തുമ്പോഴാണെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്.
ആത്മാഭിമാനത്തിന് മുറിവേറ്റ് ശകുന്തള തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് അതിലെ സന്ദർഭം, ആശയം. മേലെ പറഞ്ഞ ആശയം, അതായത് സന്ദർഭവും ആശയം വ്യക്തമാക്കുന്ന സന്ദർഭം എന്താണ്? ശകുന്തള ആ ഓരോ ദുഷ്യന്തൻ്റെ വാക്കുകൾക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഇതൊക്കെ. അപ്പം അതാണ് സന്ദർഭം എന്ന് പറഞ്ഞിട്ട് എഴുതുക. പിന്നെ ആ വരികളിലെ ആശയങ്ങളാണ് അതിൽ ആശയമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കൊകിലനാരി പോലെ നീ പരവൃതയല്ലോ എന്ന വരികൾ തന്നിട്ട് സന്ദർഭവും ആശയം വ്യക്തമാക്കാൻ. അവിടെ അത് പറയുന്ന ആരാണ്? ശകുന്തളയോട് ദുഷ്യന്തനാണ്. ശകുന്തള പുത്രനോടൊപ്പം വന്നിട്ട് ദുഷ്യന്തനോട് താങ്കൾ എന്നെ ഗാന്ധർവവിധി പ്രകാരം വിവാഹം കഴിച്ചതാണ്, എന്നോടൊപ്പമുള്ള താങ്കളുടെ മകനാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ സമയത്തുള്ള ദുഷ്യന്തന്റെ കുത്തുവാക്കുകൾ കേട്ടിട്ടാണ് ശകുന്തള എന്ത് ചെയ്യുന്നത്? പ്രതികരിക്കുന്നത്. അപ്പൊ ശകുന്തളയോട് ആദ്യം ദുഷ്യന്തൻ പറഞ്ഞ കാര്യമാണിത്. കോകിലനാരി പോലെ നീ പരവൃതയല്ലോ, അന്യനെ വളർത്തപ്പെട്ടവളാണ് നീ, അതുകൊണ്ട് നീ എന്താണ്, നീ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ള മട്ടിൽ പറഞ്ഞതിൻ്റെ പ്രതികരണമായിട്ടാണ് പിന്നെ ശകുന്തള പറയുന്ന കാര്യങ്ങളാണ് പിന്നെ തുടർന്ന് വരുന്ന വരികളിലൊക്കെ നമ്മൾ കണ്ടത്. അവസാനം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രൂധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. സന്ദർഭവും ആശയവും വ്യക്തമാക്കുക. ഇതും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ പുത്രനോടൊപ്പം കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ കാണുന്ന ദുഷ്യന്തൻ എന്ത് ചെയ്യാണ്? പൂർവ്വബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവളെന്ന് കരുതി ആക്ഷേപിക്കുന്നു. ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ ശകുന്തളയുടെ മറുപടിയാണ് കാവ്യ സന്ദർഭം. അപ്പം എന്താണ്? നല്ലവരെ നിന്ദിക്കുമ്പോഴാണ് ദുഷ്ടന്മാർക്ക് സന്തോഷം ഉണ്ടാവുന്നത് എന്നാണ് ശകുന്തളയുടെ അഭിപ്രായം. സത്യം ധർമ്മം ഇവ ഉപേക്ഷിച്ച് അസത്യവാനായും അധർമ്മിയായും ജീവിക്കുന്ന മനുഷ്യനെ എന്തിനേക്കാൾ പേടിക്കണം? വിഷസർപ്പത്തേക്കാളും പേടിക്കണം. അപ്പോൾ ഭയപ്പെടണം എന്നാണ് ശകുന്തള പറയുന്നത്. സർപ്പത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞേക്കും, എന്നാൽ ഈ ദുഷ്യന്തനെ പോലുള്ള ദുഷ്ട ചിന്ത അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ പ്രവർത്തികൾ അന്യരുടെ സമ്പൂർണ്ണ നാശത്തിന് കാരണമാകും എന്നൊക്കെയാണ് ശകുന്തള ഇങ്ങനെ ഈ പറഞ്ഞ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, കവിതയിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ. പിന്നെ ടെക്സ്റ്റിലെ എസ്എ ക്വസ്റ്റ്യനൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വരിയുണ്ട്. നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും. അപ്പോൾ ഈ ആശയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ദയാബായിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എഴുതാൻ ഒരു കുറിപ്പ് തയ്യാറാക്കാനൊക്കെ ഒരു ചോദ്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അതും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെ എഴുത്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ആദ്യത്തെ അധ്യായം ഏത്? കണ്ണാടി കാൺമോളവും ഉള്ള അധ്യായം വിശദമായി ഇപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. ചോദ്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി അടുത്ത അധ്യായത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.